ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മുടെ തറവാട്ടിലെ ഒരു കൈക്കുഞ്ഞൂടിയായി. ആ സന്തോഷത്തിന് നമുക്ക് അല്പം മധുരം നുകരാം. നുകരാൻ എന്താ വണ്ടാണോ? ലഡു തരാന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ. നാളെന്താ? നാളത്തെ കാര്യം നാളെ, ആദ്യം ഇന്നത്തെ കാര്യം. നാളെ ബുധനാഴ്ച അണ്ണാച്ചി വരും, പിരി കൊടുക്കണം. കാശ് കൊടുക്കണം. നക്ഷത്രം. നക്ഷത്രം ക്രിസ്മസിന് അത് കയറി അകത്ത് അതല്ലെന്ന് കൊച്ചിന്റെ നാള് നക്ഷത്രം അതെന്താന്നാ ഞാൻ ചോദിച്ചത്. ട്രിക്കേട്ട് എന്നാ ജോത്സ്യര് പറഞ്ഞത്. ഏഴ് ദിവസം തിരക്കട്ടെന്നും തിരക്കണ നമുക്ക് പോയി തിരക്കട്ടെ. തിരക്കിട്ടെന്നല്ലെന്നേ, ട്രിക്കേട്ടാ നക്ഷത്രം നാള്. അയ്യോ ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഹലോ, എത്തിയായിട്ട് എയർപോർട്ടില്. ആ അച്ഛനോട് ഉണ്ട്, കൊടുക്കാം. മക്കളെ, എയർപോർട്ട് എത്തിയാ? നീ പതുക്കെ വന്നാ മതി. അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഓ മക്കൾ പതുക്കെ സമാധിച്ച് വന്നാൽ മതി, ഇവിടെ ഉണ്ടല്ലോ. ഹലോ മക്കളെ, റേഞ്ച് ഇല്ലേ? കട്ടായി പോയി. ഹലോ അളിയാ. കുഞ്ഞെങ്ങനെ ഇരിക്കുന്നോ? കുഞ്ഞിരിക്കാറായില്ല അളിയ. കിടന്ന് വായിക്കാത്ത വിരലും വെച്ചോണ്ടിരിക്കുക. അതെ അത് അളിനെ വെട്ടിക്കീറിയ അല്ല പിച്ചി മാന്തി അത് നുള്ളിപ്പറിച്ച്. നീ എന്തൊക്കെയാണേ പറയണത്? അല്ല, അളിയനെ വാർത്ത വെച്ചിരിക്കുകയാണ്. 5 പാക്കറ്റ് സിമിന് കയറി കാണുമല്ല. അളിയ അതല്ല അളിയന്റെ അതേ ഛായ. അതെ. പിന്നെ കുപ്പി കൊണ്ടുവരല്ലോ അല്ലേ കള്ളൻ? എനിക്കറിയാം. കൊണ്ടുവരുന്നില്ലേ? അതെ. എന്നാ കുളിയനാകും. ഒരു കാര്യം, ചെറുക്കൻ 2 ദിവസമേ ഉള്ളൂ. വന്ന് പേരടൽ കർമ്മം കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് കാര്യം ചെയ്യുന്ന അവന് ബാക്കിയൊരു ആഹാരം എല്ലാം കൊടുക്കണം. നീ പോയി ഒരു കോഴി വാങ്ങിച്ചോണ്ടോ. അതിനെന്താ കോഴി മേടിക്കുന്നു? ഇവിടെ 1-2 കോഴി നിൽക്കുമല്ലേ? ഞാനാ അതിന്റെ അകത്തൊരു കോഴി നിൽപ്പില്ലേ? ആ കുഞ്ഞിനെ കൂടി തൊട്ടിലോട്ട് കിടത്തിക്ക്. നോക്കിക്കൊടുക്കത് ആട്ടിക്കൊടു. അച്ഛനെ കുപ്പിയെ കൊണ്ട് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞതൊക്കെ അട്ടി ചെയ്ത ദേവിയെ മതി കേട്ടോ. ഇങ്ങോട്ട് വാ. ആട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം നടക്കുന്നു. അടുക്കളോട്ട് കയറി. ദൈവമേ, എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ നീ? ഈ മനുഷ്യൻ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാന്. ഇത് തന്നെ വീടാണ്. ഇങ്ങോട്ട് വാ. ഇത് തന്നെ വീട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമുക്കിത് പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ. അപ്പൊ നമ്മളാരാണെന്ന് നമ്മളവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മളാന്ന് പറയണം. അറിയാം, ഇവർക്ക് നമ്മളെ പരിചയമില്ലല്ലോ. നീ എന്റെ ആരാ? മകൻ. ഞാൻ നിന്റെ ആരാ? അമ്മ. അതല്ലമ്മേ. ഞാൻ അമ്മയല്ലേ. എനിക്ക് വയ്യ അങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ. നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നേക്കണം അത് പറ. എന്റെ ഭർത്താവ് പീതാംബരൻ, അതായത് നിന്റെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അപ്പൊ നമ്മളെ സിദ്ധൻ എന്തോ വന്ന് പറഞ്ഞത്, ഇവിടെ കിടന്ന് കരയരുത്, നിങ്ങൾ ഇതേ നക്ഷത്രത്തിൽ ഈ വീട്ടിൽ നിങ്ങൾ അച്ഛൻ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞു. എങ്കിൽ പോലും നമ്മൾ ഈ കാര്യം ഒന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവർക്ക് നമുക്ക് പ്രാന്താണെന്നും പറഞ്ഞ പോലെ പ്രാന്താശുപത്രിയിലും കൂടെ എടുത്തു. സിദ്ധൻ പറഞ്ഞത് വിശ്വസിക്കണ്ടേ? സിദ്ധം പറഞ്ഞതൊക്കെ ഓക്കെ. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാം. നമ്മൾ അവരിവിടെ വരുമ്പോഴത്തേക്ക് കൊച്ചിന്റെ കാര്യമൊന്നും നമ്മൾ പറയണ്ട. നയപരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോ. അമ്മ കയറി ആക്രാന്തം കാണിക്കരുത്. എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടോളാൻ വയ്യ. നിനക്ക് പറ്റും കേട്ടോ. എനിക്ക് എന്റെ ഭർത്താവാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ എന്റെ പൊന്നോ, എന്റെ ചേക്കരെ, എന്റെ ചേട്ടാ, ഇതെന്തൊരു കിടപ്പായത്? കഴിഞ്ഞ ആഴ്ച വരച്ചിട്ട് കിടക്കുന്ന കിടപ്പ് നോക്കെ. എന്റെ പൊന്നോ, എന്റെ ചേട്ടാ. അതെന്നാ പരിപാടി? അത് പിള്ളേരുടെ മുമ്പ് വെച്ചാണ് ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കുന്നത്. വേറെ തലം നോക്ക്. ഇതൊക്കെ ഒരു മറയും കാര്യങ്ങളൊക്കെ വേണ്ടേ? സ്വന്തം ഭർത്താവാണെന്ന് പറഞ്ഞു മക്കളെ മുമ്പ് വെച്ചാണ്. ചേട്ടാ, നിങ്ങളെ മോൻ പറയുന്നത് കേട്ടോ. വല്ല മറയും കാര്യം ഞങ്ങൾ അപ്പുറത്തോട്ട് പോയിട്ട് വരട്ടെ. കാര്യങ്ങൾ വേണ്ട. കിടത്തിയേര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? നോക്കണം, അതിന്റെ അച്ഛൻ കിടക്കുന്ന നോക്ക്. ചെല്ലങ്ങോട്ട്. എനിക്ക് വയ്യായ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ അച്ഛന്. അച്ഛന്റെ പേര് നഷ്ടപ്പെട്ടല്ലോ. എന്താത്തിന്? അച്ഛന്റെ പേര് നാട്ടുകാർ വിളിക്കണത് കരടി പീതാംബരൻ എന്നല്ലേ. അതിന് നെഞ്ചത്ത് രോമവും താടി മുടിയൊക്കെ വളർത്തി ഭയങ്കര സൈസ് അല്ലായിരുന്നു അച്ഛൻ. ആയിക്കോട്ടെ. ഇപ്പൊ അച്ഛൻ അങ്ങനെയല്ലോ. പിന്നെ ക്ലീൻ ഷേവ് അല്ലേ? ക്ലീൻ ഷേവോ? ഞാൻ തിരിക്കട്ടെ. ഇപ്പൊ ജനിച്ചതല്ലേ ഉള്ളൂ. നിന്റെ അച്ഛൻ വളർത്തി എടുക്കട്ടായോ? പിന്നെ ഒരു കാര്യം അമ്മച്ചി പറഞ്ഞേക്കാം. ഇത്രയും നാളും നിന്നെ ഒക്കെ തിരുത്തി അച്ഛൻ വളർത്തി. ഇനി നീ വേണം അച്ഛനെ ഒക്കെ തിരുത്തി കടയിലൊക്കെ കൊണ്ട് മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോ അച്ഛനെ നമ്മൾ വളർത്തിയെടുക്കണല്ലേ. പിന്നല്ലാതെ പണ്ട് എന്റെ ചന്തിക്കെട്ടൊക്കെ കുറെ തല്ലിയിട്ടുള്ളതാണ്. കാണിച്ചു തരാം ഞാൻ. ഇതിന് വളർത്തണ വഴി ഞാൻ ഇന്ന്. അമ്മ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. ആരാ മനസ്സിലായില്ല? അല്ല, അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ ഇതെന്റെ അമ്മയാണ്, ഞാൻ അമ്മയുടെ മോനാണ്. ഒന്ന് വലിച്ചു കെട്ടി പറയാൻ പറ്റുമോ? വലിച്ചു കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ അമ്മയോ, ഞാൻ അമ്മയുടെ മകനോട് വലിച്ചു ചുരുക്കി പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങളിപ്പോ ഇവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഞങ്ങളുടെ അച്ഛൻ മരിച്ചു. ഓ, അത് പറ. മരണം പറഞ്ഞു വന്നത് എന്താ സഞ്ചാരം എന്നാ? അതല്ല, ഈ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മരണമാണല്ലോ. അതെ അതെ, പണ്ട് തറവാട്ടിലുള്ള ആൾക്കാർ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ ജനിക്കുന്നു, പുനർജനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. കാരണന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ തൃക്കേട്ട നക്ഷത്രത്തിൽ ഇവിടെ ഒരാൾ ജനിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭർത്താവ് കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയി. നക്ഷത്രം തൃക്കേട്ടയാ. അപ്പൊ സിദ്ധം പറഞ്ഞ് ആ തൃക്കേട്ട നക്ഷത്രത്തിൽ ഇവിടെ ഒരു കൊച്ചു ജനിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ തൃക്കേട്ട നക്ഷത്രത്തിൽ കൊച്ചു ജനിച്ചിട്ടുണ്ടോ? ഉണ്ട്, എന്റെ മോളെ കൊച്ചു കൈക്കുഞ്ഞ് ഇതോടക്കണേ. എന്റെ ദൈവമേ, ഇപ്പൊ എന്തായി? സിദ്ധം പറഞ്ഞ അച്ചട്ടാ. സിദ്ധം പറഞ്ഞ അച്ചപ്പോ? ഇതെന്റെ മോളെ കൈക്കുഞ്ഞാ. ഇതിന് ഞാൻ അച്ചപ്പം മുറുക്ക് വേറെ മാറ്റി കൊടുക്കുക. എടുത്ത് തിന്നുള്ളതിന് അച്ചപ്പോ എന്ന് പറഞ്ഞോണ്ട് പോടാ ഇവിടുന്ന്. സമാധാനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോ. ഞാൻ എന്റെ ഞാൻ പറഞ്ഞുതരാം, മിണ്ടിപ്പോകരുത്. അതെ, ഇവൻ എന്റെ മോനാ, ഇവനെ തള്ളയാ ഞാൻ. എന്റെ ഭർത്താവ് ഈ വീട്ടിലുണ്ട്. എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. കേട്ടോ? നോക്ക്. ഞാൻ വഴിയോട്ടെ. നാണമില്ല നിങ്ങൾക്ക്, മനസ്സാക്ഷിയില്ല നിങ്ങൾക്ക്. ഒരു കല്യാണം കഴിച്ച കുട്ടികളായിട്ട് നിൽക്കുന്നവര് ഈ പ്രായത്തിൽ വേറൊരുത്തിയെ അതും തലയും കുത്തമിനാറ് നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? എളുപ്പില്ല, എളുപ്പാ. ഞാൻ പറയട്ടെ. ഒരു അക്ഷരം വിടരുത്. കുത്തമിനാർ പോലെ ഇരിക്കുന്ന ഒരു തള്ള കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അത് എന്നാ സംഭവം അറിയാമോ? അവര് കള്ളം പറഞ്ഞാണെന്ന്. എന്റെ പൊന്നു മാമ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാര്യ മകനും ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങളുടെ മാമി എത്തപ്പോഴത്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ ഭ്രാന്തി വെറുതെ പറയുന്നതാണ്. അല്ല, അവര് ഭ്രാന്തിയൊന്നുമല്ല. പിന്നെ ഞാൻ അച്ഛനൊന്നും പറയണ്ട, എന്നിങ്ങനെ നാണം കെടുത്തിട്ടുണ്ടായിരുന്നു അച്ഛ. എന്റെ മക്കളെ നിന്നെ തലടി സത്യം ചെയ്യാം. ഇവര് പറയുന്ന മൊത്തം കള്ളമാണ്. അച്ഛ ചുമ്മേരി, ഈ പ്രായമായ സ്ത്രീയുടെ ഭർത്താവാകാൻ പ്രായമുള്ള നിങ്ങൾ മാത്രമാണ് ഈ വീട്ടില്. നിർത്ത്. ഞാൻ സത്യം പറയാം. സമാധാനമായിട്ട് കേട്ടാ മതി. ഈ കിറുക്കി തള്ളയുടെ ഭർത്താവാണ് അതുകൊണ്ട് തൊട്ടിൽ കിടക്കണത്. വൃത്തികേട് പറയുന്നോ? നിങ്ങളുടെ ഈ കഴിവില്ലാത്ത മകനാണ് ഇവരുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. അതുപോലെ എന്നിട്ട് ഇപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് വൃത്തികേട് പറയുന്നോ? അതല്ല ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലെന്നേ. ഈ ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ചയായി. മരിച്ചവർ പിന്നെ എവിടെയെങ്കിലും പുനർജനിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പുനർജനിച്ചതാണ് ഈ അച്ഛൻ. ഒരു സിദ്ധം പറഞ്ഞതാ. ഞങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഈ തള്ളക്ക് ഭ്രാന്താന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ തനിക്ക് വിവരം വിദ്യാഭ്യാസമുള്ള ആളാ. മനസ്സിലായില്ലേ? ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കരുത്. സത്യം പല്ലി കളിച്ചു കണ്ടോ? നിങ്ങളൊക്കെ അത് തന്നെ. അറിയാതെ നീ പോയതല്ലേ ഒരു വാക്കുമിണ്ടാഞ്ഞതേ. അളിയോട് ആര് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ? മാറിക്കടാ എന്റെ കണ്ണിന്ന്, മാറിക്കടാ. ഓ, നെഗറ്റീവ് തള്ളേ. ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചല്ലേ? അസിത്തിനെല്ലാം എന്നോട് പറഞ്ഞു. അവന്റെ ചെപ്പക്കുറ്റം നോക്കി പെട്ടെന്ന് രണ്ടടി കൊടുത്തപ്പോൾ തത്ത പറയും പോലെ പറഞ്ഞു, അവിടെ മരിച്ച എന്റെ അമ്മാവൻ ഇവിടെ പുനർജനിച്ചെന്ന്. അവരൊന്ന് കാണണമല്ലോ. എവിടെ അവൻ? എന്റെ കൈപ്പാങ്ങിൽ നിന്ന് മാറുന്നോ എന്റെ സ്ത്രീധനത്തുക മേടിക്കാം. മനസ്സിലായില്ല. ഞാൻ പുള്ളിയുടെ മരുമോനാ. മാറില്ലേ അളിയാ? വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത നിങ്ങളുടെ മകളെ എന്റെ തല കെട്ടിവെച്ചിട്ട് വായു വിരലും വെച്ച് മേപ്പോട്ടും നോക്കി കിടക്കുകയാണല്ലടാ. നിനക്ക് നാണമുണ്ടോ? എടാ, എന്റെ മര്യാദക്ക് എന്റെ സ്ത്രീധനത്വം കേട്ടാ. സ്ത്രീധനത്വം ഇവര് ഞാനിന്നുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി കൈവെട്ടും ഞാൻ. കൊച്ചോ? കൊച്ചു എന്റെ അമ്മായപ്പനാണത്. ആ പഴയ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? ഇപ്പഴും കിടന്നു മുള്ളുവാ. പാമ്പ്. അച്ഛനൊരു പാമ്പേഴ്സ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ. പാമ്പേഴ്സ് എടുത്ത് താനിടും. മാറി നിൽക്കേ, എന്റെ കൊച്ചിന് പാല് കൊടുക്കട്ടെ ഞാൻ. പാമ്പിനാണ് നീ പാല് കൊടുക്കുന്നത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് കൊടുത്ത കൈക്ക് കടിക്കുന്ന ഇനതാ ഇവൻ. ഇവന് പാലല്ല കൊടുക്കണ്ടേ? തനിക്ക് എന്താണോ വേണ്ടേ? എനിക്ക് ഈ മുദ്രപത്രത്തെ ഇവന്റെ ഒരു വിരലടയാളം. അളിയാ, അവന് പാലല്ല കൊടുക്കണ്ടേ? അവന് പൈൻ്റ ഞാൻ കൊണ്ടുവന്നിട്ട് മാറിച്ച് ഇതൊരു നിപ്പിളിട്ട് അങ്ങ് കൊടുത്തേ. അവൻ മനസ്സ് കുടിക്കും.
അവന്മാര് വീടൊക്കെ കയറി വരും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓ, വലിച്ചയച്ച് ഇത് കൊന്നു. ഇങ്ങോട്ട് വാ. ഓ, പിടിച്ചു. അമ്മച്ചി. എന്ത് എന്റെ കൊച്ചിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി എന്തൊക്കെ ആചാരങ്ങൾ ഇവിടെ നടത്തുന്നേ? മക്കളെ അലിയാ ആചാരം ഒക്കെ മതി. ഏതൊക്കെ ആഹാ വെരിഡിയിൽ ചടങ്ങിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് പേര് വന്നിട്ടുണ്ട് അളിയമ്പാ കയറി വാ. യാത്രയൊക്കെ സുഖമായിരുന്നു. ആ നല്ല സുഖമായിരുന്നു. കുപ്പിയുടെ കാര്യം ഇതൊക്കെ ആരാ? ഇത് മനസ്സിലായില്ല എനിക്ക് അങ്ങോട്ട്. അതെ അളിയ അതെ സത്യം പറയും ഇവിടെ ആകെ വിഷയമാ പ്രശ്നമാ. എന്താ വിഷയം? ഈ നിൽക്കുന്ന തള്ളയുണ്ടല്ലോ ആ. ഈ തള്ള ഈ നിൽക്കുന്ന മുമ്പിലും കൂടെ വന്നിട്ട് അവരുടെ അച്ഛനാണ് ആ കിടക്കുന്നത് പറയാ. എന്റെ കൊച്ചോ? ആ എന്റെ അമ്മായപ്പനായത്. എന്താണ് ഞാൻ കേൾക്കുന്നത്? എന്റെ ചേട്ടാ എനിക്ക് ഒന്നും അറിയാൻ മേല. ദേ ഈ തള്ളച്ചി വന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞ് ആ തള്ളയുടെ ഭർത്താവാണെന്ന്. ദേ ഈ കിഴങ്ങൻ വന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞ് അവന്റെ അച്ഛനാണെന്ന്. ദേ ഈ കുടിയ വന്നിട്ട് പറയുവാ അത് മരുമോനാണെന്ന്. എന്റെ കൊച്ചവിടെ? എന്റെ ഭർത്താവിന്റെ ഭർത്താവിനെ കൊലപാതകം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതാരവന്റെ എന്റെ കൊച്ചു അപ്പൊ എന്റെ മുത്തശ്ശനാണോ നിങ്ങള്? നിങ്ങൾക്കുള്ളത് ഞാൻ തരാം. ഞാൻ എന്റെ കൊച്ചിന് ഒരു പേരിട്ടു ചടങ്ങ് നടത്തിക്കോളൂ. അല്ല അതിന് പേര് ചടങ്ങൊന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. എന്റെ അച്ഛന് ഓൾറെഡി ഒരു പേരുണ്ടല്ലോ. പീതാംബരൻ. ഞങ്ങൾ കൊച്ചിന്റെ നീ കുറെ പേര് കണ്ട് വെച്ച് കാണുമല്ലോ. ഞാൻ പേര് കണ്ടു. വായിക്കൊള്ളുന്ന പോലെ പേര് തന്നെ. വായിക്കൊള്ളുന്ന പേര് ഞാൻ പറയാം. ബബിൾ കപ്പ്. മക്കള് വല്ല പേര് കണ്ട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അച്ഛാ. എന്തുവാ? പാർവതി. അടിപൊളി പേര് ബാർമതി. പാർവതി എന്നല്ല എന്റെ കൊച്ചിന്റെ പേരാ ഞാൻ പറഞ്ഞു, പാർവതി. അത് ശരിയാവത്തില്ല. എന്റെ ഭർത്താവിന് പീതാമരൻ എന്നുള്ള പേര് മതി. അത് ഇനി മാറ്റാൻ പറ്റത്തില്ല. എന്റെ അച്ഛൻ പീതാംബരൻ. അതിന് മാറ്റമില്ല. എന്റെ അളിയന്റെ കുഞ്ഞ് പെൺകുഞ്ഞ് അതിനങ്ങനെ പീതാപരൻ എടുത്തു. അപ്പൊ സിദ്ധം പറഞ്ഞതാണ് ഇവിടെ ജനിച്ചത്. ഞാൻ കിറുക്കി തള്ളേ. തൃക്കേട്ട നക്ഷത്രത്തില് അങ്ങ് മെഡിക്കൽ കോളേജിൽ കുറെ കുട്ടികൾ ജനിച്ച് അവിടെ ചെന്ന് തപ്പ്. അവിടെ കാണും നിങ്ങളെ ഭർത്താവ്. അളിയാ എന്നാ എടളിയ വണ്ടി വിടളിയ മെഡിക്കൽ കോളേജിലേക്ക്.